I come from a conventional middle class Nigerian family. My father was a professor, my mother was an administrator, and so we had, as was the norm, live in domestic help who would often come from nearby rural villages. So, the year I turned 8, we got a new houseboy. His name was Fide. The only thing my mother told us about him was that his family was very poor. My mother sent yams and rice and our old clothes to his family. And when I didn't finish my dinner, my mother would say, "Finish your food. Don't you know, people like Fide's family have nothing." So I felt enormous pity for Fide's family. Then one Saturday we went to his village to visit, and his mother showed us a beautifully patterned basket of dyed raffia that his brother had made. I was startled. It had not occurred to me that anybody in his family could actually make something. All I had heard about them was how poor they were, so that it had become impossible for me to see them as anything else but poor. Their poverty was my single story of them. I come, ഞാൻ വരുന്നു, ഫ്രം എ കൺവെൻഷണൽ, പരമ്പരാഗതമായ മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി, ഒരു ഇടത്തരം നൈജീരിയൻ കുടുംബത്തിൽ നിന്നും. മൈ ഫാദർ വാസ് എ പ്രൊഫസർ, എൻ്റെ അച്ഛൻ ഒരു പ്രൊഫസറായിരുന്നു. മൈ മദർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ, എൻ്റെ അമ്മ ഒരു മാനേജറായിരുന്നു. ആൻഡ് സോ വി ഹാഡ്, അസ് വാസ് ദ നോം, ലീവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ആ നാട്ടിലെ ഒരു സമ്പ്രദായം അനുസരിച്ച് ഒരു വേലക്കാരൻ്റെ സഹായത്തോടു കൂടി ജീവിക്കേണ്ടിയിരുന്നു. അത്തരമൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു വീട്ടുവേലക്കാരൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു വീട്ടുവേലക്കാരൻ്റെ സഹായത്തോടു കൂടി ജീവിക്കേണ്ടിയിരുന്നു. ഹു വുഡ് ഓഫൺ കം ഫ്രം നിയർ ബൈ റൂറൽ വില്ലേജസ്. ആ വീട്ടുവേലക്കാരൻ മിക്കപ്പോഴും വരാറ് അടുത്തുള്ള ഉൾഗ്രാമങ്ങളിൽ നിന്നുമായിരുന്നു. സോ ദ ഇയർ ഐ ടേൺ 8, എനിക്ക് 8 വയസ്സായ വർഷം, വി ഗോട്ട് എ ന്യൂ ഹൗസ് ബോയ്, ഞങ്ങൾക്കൊരു പുതിയ ഹൗസ് ബോയെ ലഭിച്ചു. ഹിസ് നെയിം വാസ് ഫിദെ, അവൻ്റെ പേര് ഫിദെ എന്നായിരുന്നു. ദ ഓൺലി തിങ് മൈ മദർ ടോൾഡ് അസ്, ഞങ്ങളുടെ അമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യം അബൌട്ട് ഹിം, അവനെക്കുറിച്ച്, വാസ് ദാറ്റ് ഹിസ് ഫാമിലി വാസ് വെരി പുവർ, അവൻ്റെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ് എന്നതാണ്. മൈ മദർ സെൻഡ് യാംസ്, എൻ്റെ അമ്മ സെൻഡ് അയച്ചു, യാംസ് ചേനകൾ, ആൻഡ് റൈസ് അരി, ആൻഡ് അവർ ഓൾഡ് ക്ലോത്ത്സ്, ഞങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ, ടു ഹിസ് ഫാമിലി, അവൻ്റെ കുടുംബത്തിലേക്ക്. ആൻഡ് വെൻ ഐ ഡിഡിൻ ഫിനിഷ് മൈ ഡിന്നർ, ഞാൻ എൻ്റെ ഭക്ഷണം പൂർണ്ണമായി ഭക്ഷിക്കാതിരിക്കുമ്പോൾ, മൈ മദർ വുഡ് സേ, എൻ്റെ അമ്മ പറയും, ഫിനിഷ് യുവർ ഫുഡ്, നിൻ്റെ ഭക്ഷണം മുഴുവനാക്കുക, അതായത് പൂർണ്ണമായും നീ നിൻ്റെ ഭക്ഷണം ഭക്ഷിക്കുക, ബാക്കിയാക്കാതിരിക്കുക. ഡോൺ യു നോ, നിനക്കറിയൂലേ, പീപ്പിൾ ലൈക്ക് ഫിദേസ് ഫാമിലി, ഫിദയുടെ ഫാമിലിയിലെ ആളുകളെ പോലത്തവർക്ക് ഹാവ് നത്തിങ്, ഒന്നുമില്ല. സോ ഐ ഫെൽറ്റ്, അതുകൊണ്ട് എനിക്ക് തോന്നി, എനോമസ് പിറ്റി, വലിയ ദയ തോന്നി, ഫോർ ഫിദേസ് ഫാമിലി, ഫിദയുടെ കുടുംബത്തോട്. ദെൻ വൺ സാറ്റർഡേ, അതിനുശേഷം ഒരു ശനിയാഴ്ച, വി വെൻ ടു ഹിസ് വില്ലേജ്, ഞങ്ങൾ അവൻ്റെ വില്ലേജിലേക്ക് പോയി, ടു വിസിറ്റ്, സന്ദർശിക്കാൻ. ആൻഡ് ഹിസ് മദർ ഷോഡ് അസ്, അവൻ്റെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നു, എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺ ബാസ്ക്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ. റാഫിയ എന്നാൽ ഒരു തരം പനയോലയാണ്. ഡൈഡ് എന്നാൽ ചായം കൊടുത്ത, കളറ് കൊടുത്ത, ചായം കൊടുത്ത റാഫിയ കൊണ്ട് മനോഹരമായി ഡിസൈൻ ചെയ്യപ്പെട്ട ബാസ്ക്കറ്റ്. ദാറ്റ് ഹിസ് ബ്രദർ ഹാഡ് മെയ്ഡ്, അവൻ്റെ സഹോദരൻ ഉണ്ടാക്കിയ, ആ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയത് അവൻ്റെ ബ്രദറാണ്. ഐ വാസ് സ്റ്റാർട്ടിൽഡ്, ഞാൻ ഞെട്ടി. ഇറ്റ് ഹാഡ് നോട്ട് ഒക്കേർഡ് ടു മീ, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ദാറ്റ് എനിബഡി ഇൻ ഹിസ് ഫാമിലി കുഡ് ആക്ച്വലി മേക്ക് സംതിങ്,
അവൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഓൾ ഐ ഹാഡ് ഹേർഡ് അബൌട്ട് ദം, ഞാൻ അവരെക്കുറിച്ച് കേട്ടതെല്ലാം വാസ് ഹൗ പുവർ ദേ വർ, അവർ എത്രമാത്രം പാവങ്ങളായിരുന്നു എന്നാണ്. സോ ദാറ്റ് ഇറ്റ് ഹാഡ് ബിക്കം ഇമ്പോസിബിൾ ഫോർ മീ, അതുകൊണ്ട് തന്നെ എനിക്ക് അസാധ്യമായിരുന്നു ടു സീ കാണൽ ദം അവരെ ആസ് എനിത്തിങ് എൽസ്, മറ്റെന്തെങ്കിലുമായിട്ട്, ബട്ട് പുവർ പാവങ്ങളായിട്ടല്ലാതെ. ദെയർ പോവർട്ടി വാസ് മൈ സിംഗിൾ സ്റ്റോറി ഓഫ് ദം, അവരുടെ ദാരിദ്ര്യമാണ് അവരെക്കുറിച്ചുള്ള എൻ്റെ ഒറ്റക്കഥ. Years later I thought about this when I left Nigeria to go to university in the United States. I was 19. My American roommate was shocked by me. She asked where I had learned to speak English so well and was confused when I said that Nigeria happened to have English as its official language. She asked if she could listen to what she called my tribal music and was consequently very disappointed when I produced my tape of Mariah Carey. She had felt sorry for me even before she saw me. Her default position towards me as an African was a kind of patronizing, well-meaning pity. My roommate had a single story of Africa. In this single story, there was no possibility of Africans being similar to her in any way. No possibility of feelings more complex than pity. No possibility of a connection as human equals. Years later, വർഷങ്ങൾക്ക് ശേഷം, ഐ തോട്ട് അബൌട്ട് ദിസ്, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. വെൻ ഐ ലെഫ്റ്റ് നൈജീരിയ, ഞാൻ നൈജീരിയ വിട്ടപ്പോൾ, ടു ഗോ ടു യൂണിവേഴ്സിറ്റി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാൻ. ഐ വാസ് 19, ഞാൻ 19 വയസ്സുള്ളവളായിരുന്നു. മൈ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബൈ മീ, ഞാൻ കാരണത്താൽ എൻ്റെ അമേരിക്കൻ റൂംമേറ്റ് ഷോക്ക്ഡായി. റൂംമേറ്റ് എന്നാൽ റൂമിൽ കൂടെ താമസിക്കുന്ന ആൾ എന്നാണ്. എന്തിനാണ് ഷോക്ക്ഡായത്? ഷീ ആസ്ക്ഡ്, അവൾ ചോദിച്ചു, വേർ ഐ ഹാഡ് ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ, ഇത്രയും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ എവിടെ നിന്നാണ് പഠിച്ചത് എന്ന്. ആൻഡ് വാസ് കൺഫ്യൂസ്ഡ്, അവളാകെ കൺഫ്യൂഷനായി അവൾക്ക്. വെൻ ഐ സെഡ് ദാറ്റ്, ഞാൻ പറഞ്ഞപ്പോൾ, നൈജീരിയ ഹാപ്പൻ ടു ഹാവ് ഇംഗ്ലീഷ് ആസ് ഇറ്റ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ്, നൈജീരിയക്ക് ഇംഗ്ലീഷ് അതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് എന്ന്, ഔദ്യോഗിക ഭാഷയാണ് എന്ന് പറഞ്ഞപ്പോൾ, ഷീ ആസ്ക്ഡ്, അവൾ ചോദിച്ചു, ഇഫ് ഷീ കുഡ് ലിസൺ, അവൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന്. ടു വാട്ട് ഷീ കോൾഡ്, അവൾ വിളിച്ച ഒന്ന്. എന്താ വിളിച്ചത്? മൈ ട്രൈബൽ മ്യൂസിക്. ട്രൈബൽ മ്യൂസിക് എന്നാൽ ഗോത്രവർഗക്കാരുടെ സംഗീതം. ആൻഡ് വാസ് കോൺസിക്വൻ്റ്ലി വെരി ഡിസപ്പോയിൻറ്റഡ്, പിന്നീട് അവൾ വളരെ നിരാശയായി. വെൻ ഐ പ്രൊഡ്യൂസ്ഡ്, ഞാൻ പുറത്തെടുത്തപ്പോൾ, മൈ ടേപ്പ്, എൻ്റെ ഓഡിയോ ടേപ്പ് ഓഫ് മറിയ കാറിയുടെ. അവൾ വിചാരിച്ചത് ചിമമാന്തക്ക് ട്രൈബൽ മ്യൂസിക് മാത്രമേ അറിയുള്ളൂ, ട്രെൻഡായിട്ടുള്ള സോങ്സൊന്നും അറിയില്ല എന്നാണ് വിചാരിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള സോങ്സിൻ്റെ ടേപ്പാണ് ചിമമാന്ത അവൾക്ക് കാണിച്ചു കൊടുത്തത്. ഷി ഹാഡ് ഫെൽ സോറി, അവൾക്ക് സഹതാപം തോന്നിയിരുന്നു. ഫോർ മീ, എന്നോട്. ഈവൻ ബിഫോർ ഷീ സോ മീ, അവൾ എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ. ഹെർ ഡിഫോൾട്ട് പൊസിഷൻ, അവളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനം, ടുവാർഡ്സ് മീ, എനിക്ക് നേരെയുള്ള, അതായത് എന്നോടുള്ള, ആസ് ആൻ ആഫ്രിക്കൻ, ഒരു ആഫ്രിക്കൻ എന്ന നിലക്ക്, ആഫ്രിക്കക്കാരി എന്ന നിലക്ക്, വാസ് ആയിരുന്നു എ കൈൻഡ് ഓഫ് പാട്രോണൈസിങ്, ഒരു രക്ഷാധികാരിയാകുന്ന രീതിയിലുള്ളതായിരുന്നു. വെൽ മീനിങ് പിറ്റി, അതായത് അത് അർത്ഥമാക്കുന്നത് ദയയുടെ, ഒരു ദയ കാണിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനമായിരുന്നു. നമ്മളെപ്പോഴാണ് ദയ കാണിക്കുക? ഒരാൾ വളരെ ദാരിദ്ര്യത്തിലോ കഷ്ടപ്പാടിലോ ഒക്കെ ആകുമ്പോൾ നമുക്ക് അയാളോട് ദയ തോന്നും. ആ ഒരു രീതിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. മൈ റൂംമേറ്റ് ഹാഡ് എ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക, എൻ്റെ റൂംമേറ്റിന് ആഫ്രിക്കയെക്കുറിച്ചൊരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു, ഒറ്റക്കഥ. ഇൻ ദിസ് സിംഗിൾ സ്റ്റോറി, ഈ ഒറ്റക്കഥയിൽ, ദർ വാസ് നോ പോസിബിലിറ്റി, സാധ്യതയില്ലായിരുന്നു, ആഫ്രിക്കൻസ് ബീയിങ് സിമിലർ ടു ഹെർ, ആഫ്രിക്കക്കാർ അവളോട് സാദൃശ്യമാവൽ, ഇൻ എനിവേ, ഒരു രീതിയിലും. നോ പോസിബിലിറ്റി ഓഫ് ഫീലിങ്സ് മോർ കോംപ്ലക്സ് ദാൻ പിറ്റി,
ദയയേക്കാൾ സങ്കീർണമായ ഒരു ഫീലിങ്സിനും സാധ്യതയില്ലായിരുന്നു. നോ പോസിബിലിറ്റി ഓഫ് എ കണക്ഷൻ, ഒരു ബന്ധത്തിൻ്റെ സാധ്യതയില്ലായിരുന്നു. ഹസ് ഹ്യൂമൻ ഈക്വൽസ്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന. I must say that before I went to the US, I didn't consciously identify as African. But in the US, whenever Africa came up, people turned to me. I did come to embrace this new identity. And in many ways, I think of myself now as African. Although I still get quite irritable when Africa is referred to as a country. After I had spent some years in the US as an African, I began to understand my roommate's response to me. If I had not grown up in Nigeria, and if all I knew about Africa were from popular images, I too would think that Africa was a place of beautiful landscapes, beautiful animals, and incomprehensible people unable to speak for themselves and waiting to be saved by a kind white foreigner. I would see Africans in the same way that I as a child had seen Fide's family. I must say, ഞാൻ എന്തായാലും പറയണം ദാറ്റ്, അതായത് ബിഫോർ ഐ വെൻറ്റ് ടു ദ US, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ ഡിഡിൻ കോൺഷ്യസ്ലി ഐഡൻറ്റിഫൈ, ഞാൻ ബോധപൂർവം തിരിച്ചറിഞ്ഞിട്ടില്ല അസ് ആഫ്രിക്കൻ, ഒരു ആഫ്രിക്കക്കാരിയായിട്ട്. പക്ഷേ ഇൻ ദ US, അമേരിക്കയിൽ വെനെവർ ആഫ്രിക്ക കെയിം അപ്പ്, ആഫ്രിക്ക വരുമ്പോഴെല്ലാം, ആഫ്രിക്ക എന്ന വാക്ക് വരുമ്പോഴെല്ലാം, പീപ്പിൾ ടേൺ ടു മീ, ആളുകൾ എന്നിലേക്ക് തിരിഞ്ഞു. ഐ ഡിഡ് കം ടു എംബ്രേസ് ദീസ് ന്യൂ ഐഡൻറ്റിറ്റി, ഞാൻ ഈ പുതിയ വ്യക്തിത്വം ആശ്ലേഷിച്ചു. ആൻഡ് ഇൻ മെനി വേയ്സ്, ഒരുപാട് രീതികളിൽ, ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു, ഓഫ് മൈസെൽഫ്, എന്നെ നോ ഇപ്പോൾ ആസ് ആഫ്രിക്കൻ, ആഫ്രിക്കക്കാരിയായിട്ട്. ഓൾദോ ഐ സ്റ്റിൽ ഗെറ്റ് ക്വയറ്റ് ഇറിറ്റബിൾ, എനിക്ക് ശുണ്ഠി പിടിക്കുമെങ്കിലും, വെൻ ആഫ്രിക്ക ഈസ് റെഫേർഡ് ടു ആസ് എ കൺട്രി, ആഫ്രിക്കയെ ഒരു രാജ്യമായി പറയപ്പെടുമ്പോൾ. ആഫ്റ്റർ ഐ ഹാഡ് സ്പെൻഡ് സം ഇയേഴ്സ്, ഞാൻ കുറച്ച് വർഷം ചിലവഴിച്ചതിന് ശേഷം ഇൻ ദ US, അമേരിക്കയിൽ, ആസ് ആൻ ആഫ്രിക്കൻ, ഒരു ആഫ്രിക്കക്കാരിയായിട്ട്, ഐ ബിഗാൻ ടു അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി, മൈ റൂംമേറ്റ്സ് റെസ്പോൺസ്, എൻ്റെ റൂംമേറ്റിൻ്റെ പ്രതികരണം, ടു മീ, എന്നോടുള്ള. ഇഫ് ഐ ഹാഡ് നോട്ട് ഗ്രോൺ അപ്പ് ഇൻ നൈജീരിയ, ഞാൻ നൈജീരിയയിൽ വളർന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ആൻഡ് ഇഫ് ഓൾ ഐ ന്യൂ അബൌട്ട് ആഫ്രിക്ക വേർ, ആഫ്രിക്കയെക്കുറിച്ച് ഞാൻ അറിഞ്ഞതെല്ലാം ആയിരുന്നെങ്കിൽ, ഫ്രം പോപ്പുലർ ഇമേജസ്, വളരെ പ്രസിദ്ധമായ ചിത്രങ്ങളിൽ നിന്നും, അതായത് ലോകത്ത് പൊതുവെ ആളുകളുടെ മനസ്സിൽ വ്യാപിച്ച് നിൽക്കുന്ന, പ്രകടമായി നിൽക്കുന്ന ചില ചിത്രങ്ങളുണ്ട് ഓരോ രാജ്യങ്ങളെക്കുറിച്ച്, അവയിൽ നിന്നുമായിരുന്നെങ്കിൽ, ഐ ടു വുഡ് തിങ്ക്, ഞാനും ചിന്തിക്കുമായിരുന്നു, ദാറ്റ് ആഫ്രിക്ക വാസ് എ പ്ലേസ്, ആഫ്രിക്ക ഒരു സ്ഥലമായിരുന്നു എന്ന്, ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്, ബ്യൂട്ടിഫുൾ ആനിമൽസ്, ഭംഗിയുള്ള മൃഗങ്ങളും ഭംഗിയുള്ള പ്രദേശങ്ങളും അടങ്ങിയ, ആൻഡ് ഇൻകോംപ്രിഹെൻസിബിൾ പീപ്പിൾ, മനസ്സിലാക്കാനൊക്കാത്ത ജനങ്ങളും, അനേബിൾ ടു സ്പീക്ക് ഫോർ ദംസെൽവ്സ്, അവർക്ക് വേണ്ടി സംസാരിക്കാനാവാത്ത, ആൻഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ടു ബി സേവ്ഡ്, രക്ഷപ്പെടുത്തപ്പെടാൻ, ബൈ എ കൈൻഡ് വൈറ്റ് ഫോറിനർ, വെളുത്ത ദയയുള്ള ഒരു വിദേശിയാൽ. ഐ വുഡ് സീ ആഫ്രിക്കൻസ്, ഞാൻ ആഫ്രിക്കക്കാരെ കാണുമായിരുന്നു, ഇൻ ദ സെയിം വേ ദാറ്റ് ഐ ആസ് എ ചൈൽഡ് ഹാഡ് സീൻ ഫിദേസ് ഫാമിലി, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഫിദയുടെ ഫാമിലിയെ കണ്ടിരുന്ന അതേ രീതിയിൽ. ഐ ബിഗാൻ ടു റിയലൈസ് ദാറ്റ് മൈ അമേരിക്കൻ റൂംമേറ്റ് മസ്റ്റ് ഹാവ് ത്രൂ ഔട്ട് ഹെർ ലൈഫ് സീൻ ആൻഡ് ഹേർഡ് ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ദിസ് സിംഗിൾ സ്റ്റോറി. എ പ്രൊഫസർ വൺസ് ടോൾഡ് മീ that my novel was not authentically African. I did not know what African authenticity was. The professor told me that my characters were too much like him, an educated and middle class man. My characters drove cars. They were not starving, therefore they were not authentically African. When I learned some years ago that writers were expected to have had really unhappy childhoods to be successful, I began to think about how I could invent horrible things my parents had done to me
But the truth is that I had a very happy childhood, full of laughter and love in a very close-knit family. I began to realize, ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി, that my American roommate, എൻ്റെ അമേരിക്കൻ റൂംമേറ്റ്, must have throughout her life seen, അവളുടെ ജീവിതത്തിലുടനീളം കണ്ടിട്ടുണ്ടാവണം, ആൻഡ് ഹേർഡ് കേട്ടിട്ടുണ്ടാവണം, ഡിഫറെൻറ്റ് വേർഷൻസ്, വ്യത്യസ്ത പതിപ്പുകൾ ഓഫ് ദിസ് സിംഗിൾ സ്റ്റോറി, ഈ ഒറ്റക്കഥയുടെ. എ പ്രൊഫസർ വൺസ് ടോൾഡ് മീ, ഒരു പ്രൊഫസർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ദാറ്റ് മൈ നോവൽ വാസ് നോട്ട് ഓതൻറ്റിക്കലി ആഫ്രിക്കൻ, എൻ്റെ നോവൽ ആധികാരികമായി ആഫ്രിക്കൻ നോവലല്ല. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ആഫ്രിക്കൻ ഓതൻറ്റിസിറ്റി വാസ്, ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല എന്താണ് ആഫ്രിക്കൻ ആധികാരികത എന്നത്. ദ പ്രൊഫസർ ടോൾഡ് മീ, പ്രൊഫസർ എന്നോട് പറഞ്ഞു, ദാറ്റ് മൈ ക്യാരക്ടേഴ്സ് വർ ടു മച്ച് ലൈക്ക് ഹിം, എൻ്റെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ പോലെയായിരുന്നു. ആൻഡ് എഡ്യൂക്കേറ്റഡ് ആൻഡ് മിഡിൽ ക്ലാസ് മാൻ, വിദ്യാഭ്യാസമുള്ള ഇടത്തരം കുടുംബത്തിലെ ആളുകളായിരുന്നു. മൈ ക്യാരക്ടേഴ്സ് ഡ്രോ കാർസ്, എൻ്റെ കഥാപാത്രങ്ങൾ കാറുകൾ ഡ്രൈവ് ചെയ്തു. ദേ വർ നോട്ട് സ്റ്റാവിങ്, അവർ പട്ടിണി കിടക്കുന്നില്ലായിരുന്നു. ദെർഫോർ, അതുകൊണ്ട് ദേ വർ നോട്ട്, അവരല്ലായിരുന്നു. ഓതൻറ്റിക്കലി ആഫ്രിക്കൻ, ആധികാരികമായി ആഫ്രിക്കക്കാരല്ലായിരുന്നു. വെൻ ഐ ലേൺ സം ഇയേഴ്സ് എഗോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, എന്ത്, ദാറ്റ് റൈറ്റേഴ്സ് വർ എക്സ്പെക്റ്റഡ്, എഴുത്തുകാർ പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന്, ടു ഹാവ് ഹാഡ് റിയലി അൺഹാപ്പി ചൈൽഡ്ഹുഡ്സ് ടു ബി സക്സസ്ഫുൾ, അവർക്ക് സന്തോഷകരമല്ലാത്ത കുട്ടിക്കാലം ഉണ്ടാവൽ പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന്. എന്തിന്? ടു ബി സക്സസ്ഫുൾ, അവർ വിജയികളാവാൻ. എഴുത്തിൻ്റെ മേഖലയിൽ വിജയിക്കണമെങ്കിൽ എഴുത്തുകാർക്ക് അവരുടെ കുട്ടിക്കാലത്ത് സന്തോഷകരമല്ലാത്ത പല അനുഭവങ്ങളും ഉണ്ടാവണമെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ബിഗാൻ ടു തിങ്ക്, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, അബൌട്ട് ഹൗ ഐ കുഡ് ഇൻവെൻറ്റ്, എനിക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന്, ഹൊറിബിൾ തിങ്സ്, പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, മൈ പാരൻസ് ഹാഡ് ഡൺ ടു മീ, എൻ്റെ പാരൻസ് എന്നോട് ചെയ്തിട്ടുള്ള. ബട്ട് പക്ഷേ ദ ട്രൂത്ത് ഈസ്, സത്യമാകുന്നു, അതായത് ഐ ഹാഡ് എ വെരി ഹാപ്പി ചൈൽഡ്ഹുഡ്, എനിക്ക് വളരെ സന്തോഷകരമായ കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഫുൾ ഓഫ് ലാഫ്റ്റർ ആൻഡ് ലവ്, ചിരിയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന. ഇൻ എ വെരി ക്ലോസ് നിറ്റ് ഫാമിലി, വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയ കുടുംബത്തിൽ, വളരെ അടുത്ത് ഇടപഴകുന്ന, പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബത്തിൽ. ബട്ട് ഐ ഓൾസോ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. മൈ കസിൻ പോളി died because he could not get adequate health care. One of my closest friends, Okaloma, died in a plane crash because our fire trucks did not have water. I grew up under repressive military governments that devalued education, so that sometimes my parents were not paid their salaries. All of these stories make me who I am. But to insist on only these negative stories is to flatten my experience and to overlook the many other stories that formed me. The single story creates stereotypes, and the problem with stereotypes is not that they are untrue, but that they are incomplete. They make one story become the only story. But പക്ഷേ I also had grandfathers. എനിക്കും ഗ്രാൻഡ്ഫാദേഴ്സ് ഉണ്ടായിരുന്നു. ഹൂ ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്, അഭയാർത്ഥി ക്യാമ്പുകളിൽ മരിച്ച. മൈ കസിൻ പോളി, എൻ്റെ കസിൻ പോളി ഡൈഡ്, മരിച്ചു. ബിക്കോസ്, കാരണം, ഹി കുഡ് നോട്ട് ഗെറ്റ്, അവന് ലഭിച്ചില്ല, ആഡിക്വേറ്റ് ഹെൽത്ത് കെയർ, മതിയായ ആരോഗ്യ പരിചരണം. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഒക്കലോമ, എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാളായ ഒക്കലോമ, ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്, ഒരു വിമാന അപകടത്തിൽ, വിമാന തകർച്ചയിൽ മരിച്ചു. ബിക്കോസ്, കാരണം, അവർ ഫയർ ട്രക്സ് ഡിഡ് നോട്ട് ഹാവ് വാട്ടർ, ഞങ്ങളുടെ ഫയർ വണ്ടികൾക്ക് വെള്ളമില്ലായിരുന്നു. അതായത് തീ അണക്കുന്ന വണ്ടികൾക്ക് തീ അണക്കാനുള്ള വെള്ളം ലഭ്യമായിരുന്നില്ല. ഐ ഗ്രൂ അപ്പ്, ഞാൻ വളർന്നു, അണ്ടർ റിപ്രസീവ് മിലിറ്ററി ഗവൺമെൻറ്റ്സ്, അടിച്ചമർത്തുന്ന സൈനിക ഭരണകൂടങ്ങൾക്ക് കീഴിൽ.
ദാറ്റ് ഡിവാല്യൂഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ പ്രാധാന്യമില്ലാത്തതാക്കിയ സൈനിക ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ. സോ ദാറ്റ് സംടൈംസ്, അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ മൈ പാരൻസ് വേർ നോട്ട് പെയ്ഡ് ദെയർ സാലറീസ്, എൻ്റെ പാരൻസിന് അവരുടെ ശമ്പളങ്ങൾ പേ ചെയ്യപ്പെട്ടിരുന്നില്ല. ഓൾ ഓഫ് ദീസ് സ്റ്റോറീസ്, ഈ കഥകളെല്ലാം മേക്ക് മീ ഹൂ ഐ ആം, എന്നെ ഞാനാക്കുന്നു. പക്ഷേ ടു ഇൻസിസ്റ്റ് ഓൺ ഓൺലി ദീസ് നെഗറ്റീവ് സ്റ്റോറീസ്, ഈ നെഗറ്റീവായ കഥകളിൽ മാത്രം നിർബന്ധം പിടിക്കൽ, ഈസ് ടു ഫ്ലാറ്റൻ മൈ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവത്തെ ചുരുക്കലാണ്. ആൻഡ് ടു ഓവർലുക്ക്, അവഗണിക്കലുമാണ് ദ മെനി അതർ സ്റ്റോറീസ്, മറ്റു പല കഥകളെയും ദാറ്റ് ഫോംഡ് മീ, എന്നെ രൂപപ്പെടുത്തിയ. ദ സിംഗിൾ സ്റ്റോറി, ഒറ്റ കഥ ക്രിയേറ്റ്സ്, ഉണ്ടാക്കുന്നു. സ്റ്റെറിയോടൈപ്സ്, സ്റ്റെറിയോടൈപ്സ് മീൻസ് സ്ഥിരമായ രൂപം. അതായത് ലോകത്തെ ജനങ്ങളുടെ മനസ്സിലൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച്, ചില വസ്തുക്കളെക്കുറിച്ച്, ചില രാജ്യങ്ങളെക്കുറിച്ച് നിലനിൽക്കുന്ന ഒരു സ്ഥിരമായ രൂപമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ പ്രോബ്ലം വിത്ത് സ്റ്റെറിയോടൈപ്സ്, ഈ സ്റ്റെറിയോടൈപ്സ് കൊണ്ടുള്ള പ്രശ്നം ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ, അത് സത്യമല്ല എന്നതല്ല, ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്, അവ പരിപൂർണമല്ല എന്നതാണ്. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം, അത് ഒരു കഥയെ ആക്കി തീർക്കുന്നു. ദ ഓൺലി സ്റ്റോറി, ആ കഥ മാത്രമേ ഉള്ളൂ എന്ന ഒരു അവസ്ഥയിലാക്കി തീർക്കുന്നു.